ഹായ് ഓൾ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുക, സേഫായിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് പണിയൊക്കെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ സ്റ്റെയറിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കബോർഡിൻ്റെ പണികളും അതുമാതിരി അടുക്കളയിലുള്ള കിച്ചൺ ഐറ്റംസ് എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പണികളൊക്കെ ഏകദേശം എൻഡിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഹൗസ് വാമിങ് ഏത് ദിവസമാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഐറ്റംസൊക്കെ ഓരോന്ന് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ പ്ലേറ്റ് ട്രേ കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റ് ട്രേ ആണ്. ഇത് വന്നിട്ട് കട്ട്ലറി യൂണിറ്റാണ് കേട്ടോ. കട്ട്ലറി നമ്മൾ സ്പൂണ് കാര്യങ്ങളൊക്കെ വെക്കണം. അത്യാവശ്യം 17 ഇഞ്ച് വലിപ്പം വരുന്ന കട്ട്ലറി ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് എപ്കോൻ്റെ നല്ല ബ്രാൻഡിൽ വരുന്ന നല്ല അടിപൊളി സാധനമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 302 ആണ് കേട്ടോ. നമ്മൾ ഒരുപാടൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. നമുക്ക് അത്യാവശ്യം അടുക്കളക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം ഞാൻ റെഡിയാക്കിയിട്ടുള്ളൂ. നമ്മൾ ഓവർ ഇതായാലും ബഡ്ജറ്റ് നമുക്ക് അധികമാവും. അപ്പം നമുക്ക് നമ്മുടെ ഇതിൽ ഒതുങ്ങണ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ പ്ലേറ്റ് റാക്ക് കേട്ടോ. ഇതും ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇനി ഒന്നുകൂടി ഉണ്ട്. ഇനി ഓയിൽ പുൾ ഔട്ട് വരുന്നുണ്ട്. പിന്നെ വിക്കർ ബാസ്ക്കറ്റ്. അത്യാവശ്യം നമുക്ക് അടുക്കളയ്ക്ക് എന്താണ് ആവശ്യം അത് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒലീവിയയുടെ ബ്രാൻഡിൽ വരുന്നതാണ് കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള റാക്ക്. ഇത് നമുക്ക് അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്യുക. ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്യാസ് കോപ്പർ പൈപ്പ് പോണ ആ ലൈനിലാണ് ഈ ഒരു ട്രേ നമ്മൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേൽഭാഗം നമ്മൾ ഒരു ഒഴിച്ച് വിട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കത് ഗ്യാസിൻ്റെ ആ പൈപ്പിൻ്റെ കണക്ഷനും കൂടി പോണതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് പാത്രങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്യാം. ഇതാണ് നമ്മുടെ വിക്കർ ബാസ്ക്കറ്റ് കേട്ടോ. ഇത് വന്നിട്ട് ബാംബു ടൈപ്പിൽ വരുന്നതാണ്. പക്ഷേ ബാംബു അല്ല സാധനം, ഫൈബറാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ബെസ്റ്റ് സാധനമാണ്. ഇനി ഒരെണ്ണം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമുക്ക് അടുക്കള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് അധികം സ്പേസ് പോണത് അതിലാണ്. അപ്പോൾ അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത്രയും നിർബന്ധത്തിൽ ഞാൻ വെച്ചൊരു സാധനം ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. ഹെവി ആയിട്ടുള്ള സാധനമാണ്. ഇത് ഭയങ്കര വെയിറ്റാണ് സാധനത്തിന്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ പാനൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കണ പാൻ ഹാങ്ങറാണ്. ഇത് നമ്മൾ ഫെറോ സിമെൻറ്റിൽ സ്ട്രക്ചർ ചെയ്തുകൊണ്ട് ഇത് എവിടെ വെക്കുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അടിപൊളിയായി വെച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ വെച്ച ഫിനിഷിങ് വീഡിയോസൊക്കെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ഭാഗത്താണ് വെക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ആ ഭാഗത്ത് നമ്മൾ വെച്ചില്ല. സ്പേസ് കുറവ്. നമുക്ക് ഒന്നാമത് 10 ഇഞ്ച് വലിപ്പം വരുന്ന പാനാണ് നമുക്ക് ഹാങ് ചെയ്യേണ്ടത്. ഏറ്റവും വലിയ പാൻ എന്ന് പറയുമ്പോൾ 10-12 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് 13 ഇഞ്ച് പാന് നമ്മൾ റോസ്റ്റൊക്കെ കുക്ക് ചെയ്യണ പോലത്തെ പാന് ഏകദേശം ഒരു 13 ഇഞ്ചൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ സ്പേസ് ഇല്ലാത്തവരും കൂടെ ആ ഭാഗത്ത് നമുക്ക് പുള്ളോട്ടും വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ വെച്ചില്ല. അത് വെച്ചത് ഈ ഭാഗത്താണ് കേട്ടോ. അതായത് നമ്മുടെ സിങ്ക് വരുന്നതിൻ്റെ തൊട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ വെച്ച വീട് ഞാൻ ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഒരിക്കൽ കാണിച്ചു തരാം. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അടുത്തത് ഞാൻ നിങ്ങൾക്ക് ഓയിൽ പുള്ളൗട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മൂന്ന് ഷെൽഫുള്ള ഓയിൽ പുള്ളൗട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം 2 നോക്കി, പക്ഷെ നമുക്കത് സെറ്റാവുന്നില്ല. 3 നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത്. അതിൽ ഫസ്റ്റത്തെ 2 ഷെൽഫിൽ വന്നിട്ട് നമുക്ക് അത്യാവശ്യം 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വരെ വെക്കാം. മേലത്തെ ഷെൽഫിൽ ചെറുതായിട്ടേ വെക്കാൻ പറ്റുള്ളൂ, ചെറിയ ബോട്ടിലുകളെ വെക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഓയിൽ പുള്ളൗട്ടിൽ. ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല 302ൻ്റെ സാധനമാണ്. ഇത് നമുക്ക് വെക്കണം. ഞാൻ കാണിച്ചു തന്നില്ല, ആ ഭാഗത്താണ് ഇത് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യണ വീഡിയോയും സെറ്റ് ചെയ്ത ഇതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ അടുക്കള കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യമാണ്. നമ്മൾ ഓവർ പോയാലും നമുക്ക് ബഡ്ജറ്റ് കൂടും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇതിൽ ആവശ്യം എന്താണോ അത് മാത്രമേ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇത്രത്തോളം ആയിന് നമുക്ക് പടച്ചവനോട് നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. അൽഹംദുലില്ലാ എത്ര പറഞ്ഞാലും തീരില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കബോർഡ് ഫിനിഷിങ് സ്റ്റേജ്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഇനിയിപ്പോൾ ഇതിൽ മിറർ വരണം, ഹാൻഡിൽ വരണം, ഒക്കെ അതിൽ വേണം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ചീന്താന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് ഇനിയും പാച്ച് വർക്കും പെയിൻറ്റിങ് വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കബോർഡിൻ്റെ ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ.
അടുക്കളയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ. ഇത് ഈ ട്രേയും ഈ ഡ്രോവും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നല്ല കബോർഡ് ഡോറുകൾ വെക്കണ പോലെയല്ല, ഇതിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫെറോ സിമെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ആ അളവും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോയിട്ടുണ്ട്. എന്നാലും അവർ ഭയങ്കര വൃത്തിക്ക് തന്നെയാണ് കേട്ടോ ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് നമ്മളുടെ TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റ് ജസ്റ്റ് പാനൽ വുഡൻ കളറിലുള്ള പാനൽ കൊടുത്തിട്ട് ഒരു ഷെൽഫും പിന്നെ താഴത്തെ ഷെൽഫും ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ പുറത്ത് വെക്കാനുള്ള സെറ്റപ്പാണ്. അത്യാവശ്യം വലുതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 ഗ്യാസ് സ്റ്റവ് പുറത്ത് വെക്കാനുള്ള സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഉടനെ നോട്ടിഫിക്കേഷനായി വെച്ചാൽ മാത്രം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വീണ്ടും കാണുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു ഫോർ വാച്ചിങ്.